ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഗ്രീൻ ലൈറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതേ ഇവിടെ കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഫിഷ് ടാങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. തട്ടിക്കൂട്ടി കെട്ടിയൊരു ടാങ്കാണ്. അപ്പോൾ അതിൽ കുറച്ച് സിലോപ്പിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-8 മാസമായിട്ട് ഇട്ടിട്ട്, അപ്പോൾ എത്ര ആയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മീനിനെ പിടിച്ചിട്ട് ഇന്ന് വറുക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതും കുറച്ച് അഴുക്കുമായിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള മീനിനെ കുറച്ച് മീനിനെ എടുത്തിട്ട് ബാക്കിയുള്ള മീനിനെ തിരിച്ചെടുക്കുകയും വേണം. അങ്ങനെ ഞങ്ങൾ ടാങ്കെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വലയൊക്കെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇട്ട വലയെല്ലാം കീറിയൊക്കെ തുടങ്ങി, കുറേ ചവറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പുക്കുട്ടൻ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളമെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും പതുക്കെ അതിനകത്തോട്ട് ഇറങ്ങുവാണ് മീനിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മീൻ വലുതായി കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ച് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു മീനിൻ്റെ. ഞാൻ മീനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത്രയൊക്കെ വലുതായിട്ടുള്ളൂ, നല്ല സൈസൊന്നും ആയിട്ടില്ല. നമ്മളിട്ടപ്പോൾ കറുത്ത കളറിലെ സിലോപ്പി ആയിരുന്നു. ഇപ്പോൾ റെഡ് കളറൊക്കെ വീണിട്ടുണ്ട് അതിൻ്റെ മേത്ത്. അപ്പോൾ ഞാനിങ്ങനെ മീനിനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ചവറ് കോരുന്ന സാധനം വെച്ചിട്ടാണ് മീനെ പിടിക്കുന്നത്. അങ്ങനെ മീനെയൊക്കെ പിടിച്ച് അത്യാവശ്യം എല്ലാം മീനിനെയൊക്കെ നേരത്തെ തന്നെ അപ്പോൾ കൂടെ പിടിച്ചായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എനിക്കൊന്ന് പിടിക്കാനൊരാഗ്രഹം. അങ്ങനെ ഞാൻ മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ച് ഞാൻ കൊട്ടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീനിനെ എല്ലാത്തിനെയും മാറ്റിയിട്ട് രണ്ടാമത്തെ വെള്ളം അതിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്തിട്ട്. ഇപ്പോൾ ബാക്കിയുള്ള മീനിനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മീനിനെ നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മീനിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ക്ലീനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് നമ്മൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും വെളുത്തുള്ളി ചതച്ചതും ഇത്രയാണ് ഞാൻ വറുക്കാനെടുക്കുന്നത്. ഞാൻ ഓവറായിട്ട് മസാലയൊന്നും ഇട്ട് വറുക്കാറില്ല, തട്ടിക്കൂട്ട് വറുക്കാണ് എപ്പോഴും. അങ്ങനെ മസാലയെല്ലാം ഞാൻ പുരട്ടി സെറ്റാക്കി മീനയിലൊക്കെ പുരട്ടി നന്നായിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ അതിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അങ്ങനെ മീനെല്ലാം നമ്മൾ വറുക്കാനായിട്ടിട്ട് ഒന്ന് റെഡിയായി സെറ്റായിട്ട് ഇപ്പോൾ വരും. അങ്ങനെ മീനൊക്കെ സെറ്റായി റെഡിയായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അങ്ങ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട്